ഹലോ ദേവാൻമി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു. നാട്ടിലെത്തി മിട്ടേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്നറിയില്ല, ഇവിടെ കാക്കകൾക്കൊക്കെ പ്രാന്തായി തോന്നുന്നുണ്ട്. രാവിലെ ഇട്ട് ക്രാ 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 പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബാംഗ്ലൂരിലുള്ളപ്പോൾ തൊട്ടുള്ള ഭയങ്കര ആഗ്രഹമാണ് പൊതിച്ചോറുണ്ടാക്കണം എന്ന്. അപ്പം എന്തായാലും ഇവിടെ വന്നു വാല കാശ് കൊടുത്ത് മേടിക്കണ്ട, ഒന്നും വേണ്ട. അപ്പം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പൊതിച്ചോറുണ്ടാക്കാന്ന്. അപ്പോൾ ഇന്ന് ഉച്ച സ്പെഷ്യൽ പൊതിച്ചോറാണ് കേട്ടോ, ഒരു കുഞ്ഞു പൊതിച്ചോറ്. അപ്പോൾ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും വീഡിയോ കാണട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് മിട്ടേട്ടൻ്റെ വീട്, കോട്ടയ്ക്കലാണ്, മലപ്പുറം. അപ്പോൾ എന്തായാലും ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചുള്ളൂ, ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എന്തായാലും നമ്മൾ പൊതിച്ചോറ് ഉച്ചയ്ക്ക് എന്തായാലും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലുള്ളത് വെച്ചിട്ടുള്ള കുഞ്ഞൊരു പൊതിച്ചോറാക്കാൻ തന്നെ വിചാരിച്ചു കേട്ടോ. വാഴയില പോയിട്ട് അമ്മ മുറിക്കാൻ പോയിട്ടുണ്ട്. നല്ല ഇല വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ നിന്നൊക്കെയോ പോയിട്ട് ഇല ഇങ്ങനെ ശേഖരിച്ച് കൊണ്ടുവരുന്നുണ്ട്. എവിടെ നിന്നല്ല, ഇവിടെ അടുത്തുള്ള പറമ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ തേക്ക് നോക്കി നല്ല ചക്കയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചക്ക സീസണൊക്കെ ആയിന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ അങ്ങനത്തെ ഇലയൊക്കെ മുറിച്ചു. ചെക്കനാണെന്നുണ്ടെങ്കിൽ ഇതാ പുറത്തേക്ക് ഓടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല. കുട്ടീനെ ഇതാ മിട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പൊതിച്ചോറിൻ്റെ പരിപാടിയിലേക്ക് വന്നു. ഫുഡൊക്കെ ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ള ഇല ഞങ്ങൾ അങ്ങനെ നിരത്തി വെച്ചു, കറികളും നിരത്തി വെച്ചു. മുട്ടപ്പ ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, പയറുപ്പേരി ഉണ്ടായിരുന്നു, മീൻ വറുത്തത് ഉണ്ടായിരുന്നു, മത്തി ഉണ്ടായിരുന്നു, മാന്തളുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ മീൻ നല്ല മുളകിട്ട കറിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇലയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ആർക്ക് എങ്ങനെയൊക്കെ വിളമ്പണം, എത്ര ക്വാണ്ടിറ്റിയിൽ വിളമ്പണം, ഓരോരുത്തരുടെ ഇല ഞങ്ങൾ നിശ്ചയിച്ച് ആദ്യമേ വെച്ചു. എനിക്ക്, അച്ഛന്, അമ്മയ്ക്ക്, മിട്ടുവേട്ടന്, ഉണ്ണിക്ക്, വല്യമ്മയ്ക്ക്, അങ്ങനെ എല്ലാവർക്കും കൂടിയിട്ട് മൊത്തം 6 ഇല വെച്ചു. അങ്ങനെ അമ്മ ഓരോരുത്തർക്ക് ഞങ്ങൾ ആദ്യമേ ഇവിടുന്ന് എല്ലാത്തിലും ചോറ് വിളമ്പി സെറ്റാക്കി കേട്ടോ. കാരണം ഓരോന്നിലാക്കാൻ നിന്നില്ല. അങ്ങനെ എല്ലാത്തിലും എല്ലാ ഇലയിലും ചോറും അല്ലെങ്കിൽ പിന്നെ എല്ലാ കറി വിളമ്പലും അങ്ങനെ ഞാനും മമ്മിയൊക്കെ ആയിട്ട് പോവായിരുന്നു കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ എടുക്കേണ്ടതില്ല, അത് ഉണ്ണിക്കുള്ള ചോറായത് കൊണ്ടാണ് അതിൽ നിന്ന് തിരിച്ചെടുക്കണേ. അപ്പോൾ പിന്നെ എല്ലാത്തിലും നമ്മൾ ആദ്യമേ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വേണ്ടല്ലോ. അങ്ങനെ ഇതാ ചോറായി, കൊണ്ടാട്ടായി, മുട്ടപ്പായി, ചമ്മന്തിയായി, മീൻ വറുത്തതായി, പിന്നെന്തോ ഉപ്പേരിയുമായി, എല്ലാമായി, അച്ചാറൊക്കെ ഇട്ടു സെറ്റാക്കി. ഞങ്ങളങ്ങോട്ട് എല്ലാം നേരത്തെ വാട്ടിയൊക്കെ വെച്ച് സെറ്റാക്കി. അങ്ങനെ ഞങ്ങൾ ഇല വാട്ടി പൊതിഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. എല്ലാത്തിലും കറക്റ്റ് ഇല്ലായിരുന്നു. അപ്പോഴേക്കും മോൻ കരഞ്ഞേച്ച് വന്നിട്ടുണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ വേണമായിരുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. അവൻ മീൻ ഫ്രൈയുടെ ആളാണ്. അങ്ങനെ ഇതാ എല്ലാവരുടെ പേര് എഴുതി വെച്ച് ഞങ്ങൾ മടക്കി സെറ്റ് ചെയ്ത് വെച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴേക്കും എന്താ മോൻ്റെ കാർട്ടൂണും കണ്ട് ഞങ്ങളവിടെ കാവലായിട്ടിരിക്കുന്നുണ്ട്. അത് എല്ലാവരും കൂടിയിട്ട് സെറ്റായിട്ട് ഇവിടെ ഇരുന്നു. കാരണം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരാളോട് കൂടി ചിരിക്കാൻ പറഞ്ഞപ്പോൾ സ്മൈലിന്ന് കാണിച്ചതിനാണ് ഇതാ മുഖത്താ പല ഭാവങ്ങളൊക്കെ കാണിക്കണേ കേട്ടോ. അങ്ങനെ ഇതാ അച്ഛനും വല്യമ്മയും കൂടിയിട്ട് ആദ്യമായിരുന്നു, കാരണം ഉണ്ണിക്ക് കൊടുത്തിട്ട് വേണമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരുടെ കഴിക്കലും കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ഇരുത്തി. ഇതാ അമ്മ ആയിരുന്നു അവസാനം. ഇതാ ഞാനിരുന്നു. എല്ലാവരുടെയും കഴിക്കൽ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടി. കാരണം അങ്ങനെ പൊതിച്ചോറൊന്നും കഴിക്കാറില്ല. ആകെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കെട്ടിപ്പോലും മാത്രമല്ലേ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛന് ഒരുപാട് ഇഷ്ടമായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോരുത്തർക്കിങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.